മഹാകവി ഉള്ളൂർ സാഹിത്യ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയമാണ്. അന്ന് ശ്രീനാരായണ ഗുരുവിനെ കാണാൻ ശിവഗിരിയിലെ ആശ്രമത്തിലേക്ക് അദ്ദേഹം എത്തി. ഉള്ളൂർ തൻ്റെ കാറ് കുന്നിന് താഴെയുള്ള ഒരു വഴിയിൽ നിർത്തി. തൻ്റെ തലപ്പാവും കസവ് നേരിയതും ഒക്കെ കാറിൻ്റെ സീറ്റിൽ അഴിച്ചു വെച്ചു. ചെരുപ്പ് ഊരിയിട്ടു. ഔദ്യോഗിക പദവിയുടെ അലങ്കാരങ്ങളൊക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം കുന്നിൻ്റെ പടവുകൾ കയറി. മുകളിൽ ശ്രീനാരായണ ഗുരു ഉള്ളൂരിനെ സ്വീകരിക്കാൻ കാത്തിരിപ്പായിരുന്നു. ഒരുപാട് സമയം രണ്ടുപേരും വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. ആ തമിഴ് ബ്രാഹ്മണ പ്രതിഭയെ അങ്ങേയറ്റം ആദരിച്ചുകൊണ്ട് ഗുരു സംഭാഷണവും നടത്തി. പിന്നീട് ഗുരു ഉള്ളൂരിനെ ഊണിനെ ക്ഷണിച്ചു. അവർ ഉച്ചഭക്ഷണം കഴിക്കുന്ന വരാന്തയിലേക്ക് എത്തി. അവിടെ 1-2 സന്യാസി ശിഷ്യന്മാരും കുറച്ച് ഹരിജൻ കുട്ടികളും ഒക്കെ ഊണ് കഴിക്കാനുണ്ട്. വേഷം കൊണ്ടും രൂപം കൊണ്ടും അത്ര യോഗ്യരല്ലാത്ത ഹരിജൻ കുട്ടികളെ കണ്ട് ഉള്ളൂർ ചെറുതായൊന്ന് പകച്ചതുപോലെ ഗുരുവിന് തോന്നി. വേടക്കിടാത്തിതൻ ആധ്യാത്മിക വെളിച്ചം കണ്ട കവിയാണ് ഉള്ളൂർ. വ്യക്തി ജീവിതത്തിൽ വളരെ കാലം മുന്നേ മാനസിക പുരോഗതിയുടെ പടവുകൾ കയറിയ വലിയ മനുഷ്യരും എന്നിട്ടും പെട്ടെന്നുള്ള യാഥാർത്ഥ്യത്തിന് മുന്നിൽ കവി ഒന്ന് പതറിയതുപോലെ ഗുരുവിന് തോന്നി. അപ്പോഴും ഗുരു അടുത്തുനിന്ന ഹരിജൻ കുട്ടികളെ ചേർത്ത് പിടിച്ചിരുന്നു. എന്നിട്ട് എല്ലാവരും ഉണ്ണാനിരുന്നു. ഗുരുവിൻ്റെ വലതുവശത്ത് തന്നെയായിരുന്നു ഉള്ളൂരിനുള്ള സ്ഥാനം. ഇലയിട്ട് ചോറ് വിളമ്പി പരിപ്പ് കറി ഒഴിച്ചു. പിന്നീട് പപ്പടം വന്നു. അപ്പോൾ ഗുരു പറഞ്ഞു, പപ്പടം നമുക്ക് ഒന്നിച്ച് പൊട്ടിക്കണം. ഒരു നിമിഷത്തിനു ശേഷം പപ്പടങ്ങൾ പടപടാ പൊടിയുന്ന ശബ്ദം കേട്ടു. അത് കഴിഞ്ഞ് ഗുരു ഉള്ളൂരിനോട് ചോദിച്ചു, പൊടിഞ്ഞോ? അതിൻ്റെ സൂചന താങ്കളുടെ മനസ്സിലെ ജാതി ചിന്ത പൊടിഞ്ഞോ എന്നാണെന്ന് ഉള്ളൂരിന് അപ്പോൾ തന്നെ പിടികിട്ടി. ഉള്ളൂരിൻ്റെ മുഖത്ത് ഒരു ചിരി പടർന്നു. ഗുരുവിൻ്റെ ചിന്തകൾ എത്ര ശ്രേഷ്ഠമാണല്ലേ! മനുഷ്യരെ ഒരുപോലെ ഉൾക്കൊള്ളുന്ന ഒരു നല്ല മനുഷ്യൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും അല്പം ജാതിബോധമെങ്കിലും ഉണ്ടെങ്കിൽ അത് പപ്പടം പോലെ പൊടിച്ചില്ലാതാക്കുകയായിരുന്നു ആ സമയം ഗുരുദേവൻ. ശരിക്കും ഈ കാലത്ത് നമ്മളിൽ പലരുടെയും മനസ്സിൽ നിന്നും പപ്പടം പോലെ പൊടിച്ചു കളയേണ്ടതല്ലേ ഈ ജാതി മത വർണ്ണ വർഗ വ്യത്യാസമൊക്കെ? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ജാതിക്കും മതത്തിനും അതീതമായി സർവരും സഹോദരങ്ങളായി വാഴുന്ന ലോകമായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ സ്വപ്നം. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ് ഈ വരികളും. അത് യാഥാർത്ഥ്യമാക്കുന്നതിന് പ്രിയപ്പെട്ടവരെ നമുക്കൊന്നിച്ച് മുന്നേറാം.